അന്തരിച്ച പ്രമുഖ സാഹിത്യ നിരൂപകൻ പ്രൊഫസർ എം.കെ. സാനുവിന്റെ മൃതദേഹം ഇപ്പോൾ എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. വൈകിട്ട് എറണാകുളം രവിപുരം ശ്മശാനത്തിൽ 5 മണിയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. രാവിലെ അദ്ദേഹത്തിന്റെ മൃതദേഹം വീട്ടിലെത്തിക്കുകയും അവിടെ അല്പനേരം പൊതുദർശനം ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ടൗൺ ഹാളിലേക്ക് പൊതുദർശനത്തിനായി മൃതദേഹം എത്തിച്ചത്. പ്രമുഖർ അവിടെ എത്തി അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് അദ്ദേഹം കുറച്ചു നാളായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അതിന് പിന്നാലെ ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് അന്ത്യമുണ്ടായത്. നിധിൻ സേവ്യർ വിവരങ്ങൾ നൽകും. നിധിൻ, പൊതുദർശനം പുരോഗമിക്കുകയാണ് ടൗൺ ഹാളിൽ. പ്രമുഖരൊക്കെ അവിടെ എത്തി ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണോ ഇപ്പോൾ? ഹലോ, ട്രൈപ്പോഡ് എവിടെ? പ്രശസ്ത എഴുത്തുകാരനും അധ്യാപകനും പ്രഭാഷകനുമൊക്കെയായ എം.കെ. സാനു മാഷിന്റെ മൃതദേഹം ഇപ്പോൾ എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി അദ്ദേഹം ന്യൂമോണിയ ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത നമ്മളെ തേടിയെത്തിയത്. ജീവചരിത്രകാരൻ, പത്രപ്രവർത്തകൻ, സാമൂഹ്യ പ്രവർത്തകൻ, മനുഷ്യാവകാശ പ്രവർത്തകൻ, രാഷ്ട്രീയ നിരീക്ഷകൻ എന്നീ നിലകളിലൊക്കെ വ്യക്തിമുദ്ര പതിപ്പിച്ചയാളാണ് എം.കെ. സാനു. അദ്ദേഹത്തെ സ്നേഹത്തോടുകൂടി എല്ലാവരും സാനു മാഷെ എന്ന് വിളിക്കുകയായിരുന്നു. ഏതാണ്ട് 40ഓളം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ബോഡി ഫോർ ഹ്യൂമൻ റൈറ്റ്സിലെ സ്ഥിരം അംഗം കൂടിയായിരുന്നു എം.കെ. സാനു മാഷ. 1987 അദ്ദേഹം എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് MLA ആയും തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. മലയാളിയുടെ രാഷ്ട്രീയ സാംസ്കാരിക ജീവിതത്തിന് പുതിയ ദിശാബോധം പകർന്ന സാന്നിധ്യം തന്നെയാണ് എം.കെ. സാനു മാഷിൻ്റേത്. എഴുത്തിലും അതുപോലെ തന്നെ പ്രഭാഷണത്തിലുമൊക്കെ തൻ്റേതായ കയ്യൊപ്പ് പതിപ്പിച്ച വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ പ്രമുഖർ എം.കെ. സാനു മാഷിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഇപ്പോൾ മന്ത്രി എം.ബി. രാജേഷും മന്ത്രി കെ. രാജൻ ഉൾപ്പെടെയുള്ളവർ അവിടെ ടൗൺ ഹാളിലെത്തി അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു.